നമസ്കാരം സുഹൃത്തുക്കളെ, ഷീനിഗാമി സ്റ്റുഡിയോസിൻ്റെ സാംസ്കാരിക വിപിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മളിന്ന് കുറച്ച് മാൻഹുവ റെക്കമെൻഡേഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. സോ തുടങ്ങാം. ആൻഡ് താങ്ക് യു ഫോർ ജോയിനിങ് അസ് വിത്ത്. ഓക്കെ, അപ്പോഴും മാൻവ എപ്പോഴാണ് തുടങ്ങിയിട്ട് എന്താ പറയുക, ഒരു 2 to 3 years ആയി. നീ തോന്നുന്നു അല്ല 2 to 3 21 അവസാനം 21 ലാസ്റ്റ് ആ ടൈമിലാണ് തുടങ്ങുന്നത്. 2 to 3 years അല്ല, അതിക്കുള്ളതെന്ന് തോന്നല്ലേ, ഈ 25 ആയല്ല. ദൈവമേ. അല്ല, ഇപ്പം മാൻവ അല്ലേ കൂടുതലും? ഇപ്പം മാനുവാണ്. അനിമേക്കാളും കൂടുതൽ ഇപ്പം മാൻവയിലോട്ടാണ് ഞങ്ങളൊക്കെ ഫോക്കസ് ചെയ്യുന്നത്. നമ്മളിപ്പം മറ്റൊരു ഓണററി മെൻഷനും കൂടി ചെയ്യാണ്. സ്വാലി ഇന്ന് ഇവിടെ ഇല്ല. സ്വാലി ദുബായ് ഷേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ദുബായിൽ ഷേക്ക് ആയിക്കൊണ്ടിരിക്കുകയല്ല, ദുബായ് ഷേക്ക് എന്നെയൊക്കെ മറ്റേ മാൻവ പരിചയപ്പെടുത്തുന്നത് പുള്ളിക്കാരനായിരുന്നു. ഇപ്പം ഞങ്ങൾ മറ്റേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്വാലി വരുന്നു, നമ്മൾ മാൻവയ്ക്ക് വേണ്ടി വേറൊരു എപ്പിസോഡും കൂടി ചെയ്യുന്നു. യെസ്. അപ്പോൾ നമുക്കിന്ന് റെക്കമെൻഡേഷൻസിലായിട്ട് റെക്കമെൻഡേഷൻസ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മാൻവ ഏതാ? ഏറ്റവും ഇഷ്ടപ്പെട്ട മാൻവാസ് 3 പറയാം. 3. ഒന്ന് എൽസിഡ്, പിന്നെ റിട്ടേൺ ഓഫ് ദി മൗണ്ട് ഹോ സെക്ട്, ചങ്യു, പിന്നെ കുറേ ഉണ്ട്. പിന്നെ ഒരു മൂറിങ് കാറ്റഗറിയാണ് ഗോസു. ഇത് 3 എനിക്ക് അത്യാവശ്യം ഭയങ്കര ഇഷ്ടമാണ്. ഫേവറേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു 10-20 പറയാൻ നമുക്ക് കുറേ ഉണ്ട്. പക്ഷെ ഇത് 3 എനിക്ക് പ്രത്യേകം. നമ്മുടെ ഗ്രേറ്റസ്റ്റ് ഡെവലപ്പറിന്റെ ഡൈ ഹാർഡ് ഫാനാണ്. നൈസാണ്. അത് വേറെ വാട്ടർ ഇസ് ഗുഡ്, ലോയിഡ് ഇസ് വാട്ടർ, സോ ലോയിഡ് ഇസ് ഗുഡ്. ലോയിഡ് ഇസ് ഗുഡ്, അത്രേ ഉള്ളൂ. ലോയിഡിന് കിട്ടാനുള്ളതൊക്കെ കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ലോയിഡ് എന്തും ചെയ്യും. അത് വൺ ഓഫ് ദി ബെസ്റ്റ്. പിന്നെ റിട്ടേൺ ഓഫ് മൗണ്ട് ഹോ സെക്ട് എൻ്റെ ഫേവറേറ്റ് ഒരു മാനുവാണ്. പക്ഷെ ഇപ്പം റീസെന്റ് ഈ ലാസ്റ്റത്തെ 2 ഒരു ആർക്ക് എനിക്ക് കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല. ഉള്ളത് പറഞ്ഞല്ലോ, ഭയങ്കരമായിട്ട് അവന്മാർ വെച്ചങ്ങ് ഉരുട്ടുന്നു. ഭയങ്കര സ്ലോ. അല്ല, ഇപ്പൊ ഇത് ലൈക് സീസൺ 2 കൊണ്ട് എൻഡ് ചെയ്തല്ലേ. ഇപ്പം ഇതിനകത്താ ഹൈറ്റസ് പൊക്കോണ്ടിരിക്കും. എന്തായാലും ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നതും ലൈക്ക് ബ്രേക്ക് മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് സീസൺ കൂടെ. ഫൺ റീഡ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി ഫൺ റീഡ് നമുക്ക് ഇഷ്ടപ്പെടും. നമ്മൾ ചിരിക്കേണ്ട സ്ഥലത്ത് ചിരിക്കും, സീരിയസ് ആകേണ്ട സമയത്ത് നമ്മളൊന്ന് സീരിയസ് ആകും. സീരിയസ് ആകുന്നല്ല, ഇപ്പം മറ്റേ ചില സമയത്തെ ഇവൻ ഇവിടെ രണ്ടാമത് റീഇൻകാർണേറ്റ് ആയി. അപ്പോഴും ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് സെക്റ്റിനെ തിരിച്ചു വളർത്തി അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം മറ്റേ ഇങ്ങനെ ഒരു ആകാശത്തോട്ടൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ നിപ്പുണ്ട്, കൈയൊക്കെ ബാക്കി കെട്ടി. എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യാൻ വന്നതൊക്കെ അവനെ കൊണ്ട് ചെയ്യാൻ ഒരു രീതിയിലൊരു നിപ്പ്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് കുറെ കൂടി മറ്റേ ഒരു ഹൈ മൊമെന്റ് ആണ്. പിന്നെ ഒരു ടിപ്പിക്കൽ MC അല്ല. അതാണ് ഏറ്റവും വലിയ ടിപ്പിക്കൽ MC അല്ല. ഭയങ്കര അത് ഇവന്റെ ആ ഒരു സ്ഥലത്തോട്ട് മറ്റേ സദേൺ എൻജിയർ സെക്റ്റിലുള്ള മറ്റേ എൽഡർ വരുമല്ല. അപ്പോഴിവൻ ഇവന്റെ മറ്റേ സീനിയേഴ്സിനെ അടിക്കുന്നുള്ള രീതിയിൽ ഇന്ന് ചീത്ത വിളിക്കുന്ന രീതിയിൽ ഇവൻ ചീത്ത വിളിക്കുക. അത് മൊത്തം കൊള്ളുന്നത് മൊത്തം അവിടെ സദേൺ എൻജിയർ സെക്ടർ എൽഡറിനെ. അതൊക്കെ മറ്റേ അത് ഭയങ്കര ഒരു കണ്ണിങ് എന്ന് പറഞ്ഞാൽ ഇമ്മാതിരി കണ്ണിങ് MC. ഇവൻ മറ്റേ എല്ലാം ഇതൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇവനെ ആകെ വേണ്ടുള്ളത് ഇവനെ ആദ്യം ഇടിച്ചൊരു ബെഗറുണ്ട്. അവനെ കിട്ടണം. ഞാനും അവനെ കിട്ടുന്നവരെ കാത്തിരിക്കുന്നത്. ആ ഒരു സീനാണ് ഞാൻ കണ്ടിട്ടുള്ളത്. മറ്റേ ബെക്കർ സെറ്റിലുള്ള ആളിനെ കാണുമ്പോഴത്തേക്ക് എനിക്ക് ഒരുത്തനെ വേണം, കിട്ടണം, അവനെ കിട്ടണം. പിന്നെ എൽസീഡ് വൺ ഓഫ് ദി ബെസ്റ്റ്. ഇപ്പൊ എത്ര 300ഓളം ചാപ്റ്റേഴ്സ് ആയില്ലേ? മറ്റേ കാറ്റ് ലവറാണോ? ആണ്. സ്വാഭാവികമായിട്ടും ഞാനും കാറ്റ് ലവറാണ്. ഡോഗ് ലവറും ആണ്. വീട്ടിൽ പട്ടിയാണ് ഉള്ളത്. പക്ഷെ എങ്കിലും അത് നമ്മുടെ പ്ലൂട്ടോ, കർട്ടൻ, നമ്മുടെ കർട്ടനും ഇവനും ലൈക്ക് ഒരു എന്താ പറയാ, ആദ്യം തുടങ്ങാൻ നേരത്ത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് പോകണം. അവിടെ നിന്നൊരു കേറ്റ് അങ്ങോട്ട് കയറും. പ്രതീക്ഷിക്കത്തേ ഇല്ല. ആ ഒരു സീരീസിന്റെ വളർച്ചയും ക്യാരക്ടേഴ്സിന്റെ ഒരു വിജിലാൻറ്റി സെറ്റപ്പിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? ഒരു ആദ്യത്തെ ഒരു 2 ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു വിജിലാൻറ്റി സെറ്റപ്പിൽ ഇങ്ങനെ പോകുന്നു. നമ്മൾ കാണുമ്പോൾ എന്തോ ഒരു മൈ ഹീറോ അക്കാഡമിയോ ലെവലില് ഒരു MC പവർ ഹൈഡ് ഡെക്കുനെ പോലൊരു MC അല്ലേ? പക്ഷെ പവർ ഉണ്ട്, പവർ ഹൈഡ് ചെയ്യുന്നു. അവന്റെ വിചാരം വേറെ ആർക്കും പവർ ഇല്ല. സ്വഭാവം കൊണ്ട് ഡെക്കുവിന്റെ ഒരു ഏകദേശ സ്വഭാവ രീതിയല്ല, മറ്റേ കൈൻഡസ്റ്റ് ക്യാരക്ടറാണ്. ഇപ്പോഴും കൈൻഡസ്റ്റ് ക്യാരക്ടർ തന്നെയാണ്. പക്ഷെ ഇടി തുടങ്ങിയ കൈൻഡൊന്നുമില്ല. അല്ല, ഇടിക്കേണ്ട സ്ഥലത്ത് അവന് നല്ലിടിയാ കൊടുക്കുന്നത്. അതും വേറൊരു കാര്യം തന്നെയാണ്. മറ്റേ നെവർ ഗീവ് അപ്പ് ഉണ്ട്. അത് ശരിയാണ്. പക്ക നെവർ ഗീവ് അപ്പ്. ട്രെയിൻ ചെയ്യും.
ഇനിയും മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായാലും അവിടുന്ന് ട്രെയിൻ ചെയ്ത് അവൻ മുന്നോട്ട് പോകും. അതും അമ്മാതിരി ആൾക്കാരെ കൈഡനും കർട്ടനുമാണ് അവനെ ട്രെയിൻ ചെയ്യിക്കുന്നത് സ്വാഭാവികമായിട്ടും. അതൊക്കെ തന്നെ വരുള്ളൂ. പിന്നെ ആ ക്യാരക്ടേഴ്സിന്റെ ഷിഫ്റ്റ് കൊണ്ടുവന്ന് ഇവനാ. കൈഡനെ പോലെ ക്യാരക്ടറിനെ, അതായത് റൂത്ത്ലെസ് ആയിട്ടുള്ള ലോൺ സർവൈവർ ലെവൽ സാധനമായിരുന്നു, അവനെ അങ്ങോട്ട് മാറ്റി ഒരു സെറ്റപ്പിലേക്ക് കൊണ്ടുവരും. അതൊക്കെ അതിന് മാത്രമേ പറ്റത്തുള്ളൂ. നല്ലൊരു സീരീസ് ആയിരുന്നു എൽസിഡി. വാട്ട് അബൌട്ട് ഗോസു? ഗോസു എൻ്റെ ഫേവറേറ്റ് മുറിമാണ്. ലൈക്ക് ആ ഒരു മെമ്മറി സെറ്റപ്പും എന്താ പറയുക, എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കാറ്റഗറി. കാണാത്തവർക്കായിട്ട് പറയാം, മുരിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർഷൽ വേൾഡ്. അതാണ് അത്. മാർഷൽ വേൾഡിൽ നടക്കുന്ന ഒരു മെഡീവിയൽ കാലഘട്ടത്തിൽ നടക്കുന്ന മെഡീവിയൽ ചൈന ഓർ കൊറിയയിൽ നടക്കുന്ന കഥയാണ് ഈ പറഞ്ഞ മുരിം എന്ന് പറയുന്നത്. അപ്പോഴതിനകത്ത് എല്ലാ മുരിം സീരീസും ഫോളോ ചെയ്യുന്ന കുറച്ച് പാറ്റേൺസ് ഉണ്ട്, അതായത് ടിപ്പിക്കൽ പാറ്റേൺസ് ഉണ്ട്. അതായത് ഇവരുടെ ഈ കൾട്ടിവേഷൻ എന്ന് പറയുന്നത് എല്ലാത്തിനകത്തും സെയിം ആയിരിക്കും. നാസിയൻ ലെവല്, അതേപോലെ ഈ ഡീമൻ ഫാക്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ മറ്റേ ഓർത്തഡോക്സ് ഫാക്ഷൻ ഉണ്ട്. ഇവർ തമ്മിലുള്ള ഫൈറ്റ് ആയിരിക്കും മെയിൻ സ്റ്റോറി പ്ലോട്ട്. പക്ഷേ ഈ ഗോസുവിൻ്റെ അത് വരാൻ നേരത്ത് അവിടെ ഒരു വേർതിരിവുണ്ട്. വേറെ രീതിയിലാണത് ഇമ്പാക്റ്റ് നമുക്ക് കൊണ്ടുവരുന്നതും. അവനാണെങ്കിൽ ആ തപ്പി നടക്കുന്ന സീൻസ് ആണെങ്കിലും ആ ഒരു റെസ്റ്റോറൻറ്റിൽ നിൽക്കുന്ന സീൻസ് ആണെങ്കിലും അടിപൊളിയാണ്. പിന്നെ പവർ നമ്മൾ പ്രതീക്ഷിക്കത്തേയില്ല. അതായത് പെട്ടെന്നാണ്ട് അവൻ്റെ ഫുൾ പവർ അങ്ങോട്ട് വരാൻ നേരത്താണ് നമ്മൾ ഇവൻ ഇത്രയും സെറ്റപ്പ് ആയിരുന്നില്ലേ എങ്ങനെ വിചാരിച്ചു. അത് നമ്മളൊട്ടും ഓർക്കത്തില്ല. കോമഡിയും അത്യാവശ്യം ഉണ്ട്, നന്നായിട്ടുണ്ട്. ലൈക്ക് ആർക്കും അറിയാൻ പറ്റില്ല ഇവന് ഇത്രയും പവർഫുൾ ആണെന്ന്. അതുകൊണ്ട് അവനൊരു വീക്കായിട്ട് കാണും, അവനത് ആസ്വദിച്ച് നടക്കും, അവസാനം വരുമ്പോൾ കൊടുക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഗോസു. ലൈക്ക് അത് നന്നായിട്ട് ഞാൻ എൻജോയ് ചെയ്ത് ഇതാണ്. മാനുവൽ നമുക്ക് ഈ ബാക്കിയുള്ള ആനിമെ കണക്കൊന്നും ഒരുപാട് മറ്റേ ജോൺറ എടുക്കാനായിട്ടൊന്നുമില്ല. റിഗ്രഷൻ, ഡഞ്ചൻ, ടൗൺ ക്ലൈംബിങ്, ഇങ്ങനത്തെ സിസ്റ്റമാണ്. ഇപ്പം സോളോ ലെവലിംഗ് ഒക്കെ പോലത്തെ സിസ്റ്റമാണ് സിമ്പിൾ സിസ്റ്റം. സിംപ്ലസ്റ്റ് ആയിട്ടുള്ളത് സോളോ ലെവലിംഗ് ആണ്. എനിക്ക് ഏറ്റവും ടഫസ്റ്റ് ആയിട്ട് നമുക്ക് തോന്നിയിട്ടുള്ള ഇതുണ്ട്. ഈ ORV ഒക്കെ എനിക്ക് ORV ഇച്ചിരി ടഫാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് എന്നെ പോലെ തന്നെ മാൻഹോക്ക് വായിക്കുന്നത്. പക്ഷെ അവൻ ഏറ്റവും കൂടുതൽ ഡ്രോപ്പ് ചെയ്തിട്ടുള്ളതും ഇതാ. അവൻ വായിക്കും, അവന് മനസ്സിലാകത്തില്ല, ഡ്രോപ്പ് ചെയ്യും, വീണ്ടും വായിക്കോ. ഈ ORV അവൻ വീണ്ടും ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യും അവന്. പക്ഷെ എന്തായാലും എനിക്ക് ഭയങ്കര എൻഗേജിങ്. ലൈക്ക് ഞാൻ പക്ഷേ ഇല്ലേ കോട്ടപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10 ചാപ്റ്റർ ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. എന്നിട്ട് ആ 10 ചാപ്റ്റർ അടുപ്പിച്ചിരുന്നേ വായിക്കുള്ളൂ. അല്ലാതെ ഓരോ ചാപ്റ്റർ വായിക്കണ പരിപാടി ഇല്ല. അതേ ഉള്ളൂ ഞാനും. അല്ലെങ്കിൽ പ്രശ്നമാണ്. അല്ലെങ്കിൽ നമ്മൾ ഇതിങ്ങനെ അങ്ങോട്ട് വന്ന് ഇതിങ്ങനെ ഇങ്ങോട്ട് വന്ന് കീഴിൽ പോകും. തവണ ഇത് റീറീഡ് ചെയ്തിട്ടുണ്ട് ഗ്രേറ്റസ്റ്റ് ഡെവലപ്പർ. കാരണം എന്താ അറിയോ, ഒരു തവണ വായിക്കും, ഒരു 2-3 മാസം കഴിയും, കഥ ഞാൻ മറന്നു. ഞാൻ ആദ്യം വായിച്ചിട്ട് ബാക്കിയുള്ള ചാപ്റ്റർ ഇട്ട് വായിക്കും. ഇങ്ങനെ 4 തവണ വായിച്ചു. പക്ഷെ എത്ര റീറീഡ് ചെയ്താലും മറ്റേ ഫ്രഷ്നെസ് ഉണ്ട് ആ ഒരു ഡെവലപ്പറിന്. പിന്നെ ആ ക്രിയേറ്ററിൻ്റെ തന്നെ വേറെണ്ണം ഉണ്ട്, എന്താണ് വേറെ 2 എണ്ണം ഉണ്ട്. അതിൽ ഒരെണ്ണം എനിക്ക് ഇഷ്ടപ്പെട്ടത് വാട്ട് എ ബൗണ്ടിഫുൾ ഹാർവസ്റ്റ് ഡീമൺ ലോഡ്. റീസെന്റ് തുടങ്ങിയ 16 ചാപ്റ്റേഴ്സ്. അതെനിക്ക് റെക്കമെൻഡ് ചെയ്തായിരുന്നു ഒരാള്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ 16 ചാപ്റ്റർ ഒന്നും അത് വായിക്കൂല. മിനിമം 100 ചാപ്റ്റർ വേണം എനിക്ക്, മിനിമം 100 ചാപ്റ്റർ. അല്ലെങ്കിൽ അത്ര കിടിലോ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 80 ചാപ്റ്റർ മുകളിലോട്ട്. ഒരു പ്ലേത്തിങ് എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട്, അത് സൈല് റെക്കമെൻഡ് ചെയ്തത്. ഒരു 40-45. ഞാൻ ഈ സാധനം ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും വായിക്കാത്തതാണ്. എനിക്ക് മറ്റേ അഴുക്ക് സാധനം ഞാൻ പറഞ്ഞു കൊള്ളത്തില്ലെന്ന് പറഞ്ഞു. ഇച്ചിരി കൊള്ളാന്ന് പറഞ്ഞു. ഇച്ചിരി കൊള്ളാം, ആവശ്യം കുഴപ്പമില്ലെന്ന് പറഞ്ഞു. കൊള്ളാടാ. ഞാനത് വായിച്ചില്ല, എന്തായാലും ട്രൈ ഔട്ട് ചെയ്യാം. അത് ഞങ്ങള് ഏറ്റവും ഗെയിം കീപ്പിങ് ചെയ്യാന്ന് വിചാരിച്ച സാധനം. കാരണം ഇറ്റ്സ് നോട്ട് ഫോർ എവരിബഡി. എല്ലാ ഏജ് കാറ്റഗറിക്കും ഉള്ളതല്ല പ്ലേത്തിങ്. മണി ലോണ്ടറിങ് മുതൽ അതിനകത്ത് പറയുന്നുണ്ട് പ്ലേത്തിങ്. അപ്പം അത് 49 ചാപ്റ്ററൊക്കെ ആയപ്പോഴേ ഞാൻ വായിച്ചു തുടങ്ങിയതാണ്. 45 നല്ല പേസിങ് ഉണ്ട്, സോ അതുകൊണ്ട് വായിച്ചത്. അല്ലെങ്കിൽ ഞാൻ നോർമലി തന്നെ ഒരു 80 ചാപ്റ്ററിന് മുകളിലുള്ളത് റെക്കമെൻഡ് ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ ഞാൻ വായിക്കാറുള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു കുഴപ്പം ക്ലിഫ് ഹാങ്ങറെ കൊണ്ടുവരുന്നു ഉണ്ട്. എൻ്റെ പൊന്നു, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് മിക്കതും ആദ്യം തന്നെ തുടങ്ങും. ഒരു 10-15 ചാപ്റ്റർ ആകുമ്പോൾ തന്നെ തുടങ്ങും. എന്നിട്ടൊരു വെയിറ്റിംഗ്.
അയ്യോ അതുകൊണ്ടാ വായിക്കാതെ. അത് സത്യം പറഞ്ഞൊരു വെയിറ്റ് ചെയ്തിട്ട് വായിക്കുന്ന ഒരു പ്രത്യേക സുഖമാണ്. എങ്കിലും ഇച്ചിരി പ്രശ്നമാണ് വെയിറ്റ് ചെയ്ത് വായിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഏകദേശം 10, 200, 300 മുകളിലും മാനുവളായി. അപ്പോഴേ ആ ഒരു സെറ്റപ്പിൽ നിന്നുകൊണ്ട് വായിക്കാൻ നേരത്ത് പ്രശ്നമുണ്ട്. ആ ഒരു സമയത്ത് ചിലത് നമ്മൾ മറ്റേ കട്ട് ഓഫ് ആയി പോകും എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർമ്മ പോലും കാണത്തില്ല നമ്മൾ ഇങ്ങനെ ഒരു മാനുവ വായിച്ചുള്ള കാര്യം. മറ്റേ ഈ പീക്ക് ബ്രെയിൻ റോട്ടാണ്. അതുകൊണ്ട് മറ്റേ ഒരു 100 ചാപ്റ്റർ ദാറ്റ്സ് മൈ. ഞാനെല്ലാം നോക്കും. മാൻഹുവയിലേക്ക് പോകത്തില്ല, ചൈനീസ് ഡോങ് അതിലേക്ക് പോകത്തില്ല. മാൻഹുവാണ് എൻ്റെ ഫേവറേറ്റ്. പിന്നെ സിസ്റ്റവും അതേപോലെ മുറിമും ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മുറിം ലോഗിൻ. സോളോ ലെവലിംഗ് ഇഷ്ടപ്പെടുന്നവരാണ് ലൈക്ക്. പിന്നെ ഈ എന്താണ് പറയുക, മുറിം ക്യാപ്ചർ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മുറിം ലോഗിൻ വായിച്ചിരിക്കണം. മുറിം ലോഗിൻ വിഷയമാണ്. ആ ഒരു MC ഫസ്റ്റ് വീക്കെന്ന് വെച്ചാൽ ഒന്നുമില്ല. അവൻ അങ്ങോട്ട് അതുകൊണ്ടായിരുന്നത്. അതിന് അവൻ കയറി വരുന്നൊരു വരവുണ്ട്. അവൻ്റെ ആ ഒരു സ്വഭാവവും ആ ഒരു വീക്കിലായിരുന്നപ്പോൾ എങ്ങനെയാണ് സ്വഭാവം, അപ്പം ഭയങ്കര അറഗൻസ് ആയിരുന്നു. ആ ഒരു അറഗൻസ് അതുപോലെ തന്നെ സ്ട്രോങ്സ്റ്റ് ആയപ്പോൾ വന്നപ്പം എപ്പിക്കായി. അതും അറഗൻസ് എന്നൊക്കെ പറഞ്ഞാൽ മറ്റേ വൃത്തിയിട്ട സ്വഭാവം അവൻ്റെ അഴുക്ക് ചെറുക്കാനാണ്. അതും അവൻ ഡഞ്ചനിൽ പോകുമ്പം വേൾഡ് വരുമ്പം പിന്നെ പാവോ അവൻ മുരുമി കിടന്ന് കാണിക്കുന്നതാണ് അലമ്പുകള്. ലൈക്ക് അവൻ്റെ സ്ട്രെങ്തിന്റെ ഇത് കാണിക്കുന്നത് ലൈക്ക് ഒരു റോക്കിലിരിക്കും. അപ്പൊ ചെറിയ ഇത് ഇവൻ കാണിക്കുന്നത് കൈ ഇടാൻ നേരത്ത് തന്നെ ആ സ്ഥലവേ പോകും. അതൊക്കെ അത് മറ്റേ ഇവന്റെ കൂടെ വേറെ 2 ഉണ്ടല്ലോ ആദ്യം വന്നിട്ട് ഇതൊക്കെ ഇടി ഇത്രയുള്ള കുഴിയൊക്കെ ആക്കി ഇടിച്ചൊരു കയറി. അത് പിന്നെ കാണിക്കത്തില്ല, പിന്നെ നടന്നു പോവുക, എല്ലാരും വായ പിടിച്ചിരിക്കുക നോക്കാതെ. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഇവൻ നടുക്കും മറ്റേ ഇവിടെ നിൽക്കുന്നതാണ് സെറ്റപ്പ്. മുറിൻ ലോഗിൻ ഒരു മസ്റ്റ് വാച്ച് മാൻഹോ തന്നെയാണ്. മാൻഹുവ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡെമോണിക് എംബർ. അത് നല്ലതാണ്. ഡെമോണിക് എംബർ ഫാൻസുവോ എനിക്ക് വിരലെണ്ണാന്നത്ര മാത്രമേ ഞാൻ മാൻഹുവാസ് വായിക്കാറുള്ളൂ. അതിലൊന്നാണിത്. ഞാൻ അത് 2 ഡിസ്റ്റിങ്വിഷ് ചെയ്തില്ല. മറ്റേ വരുന്നു ഏതായാലും വായിക്കുന്നു, വായിച്ചു തുടങ്ങുമ്പോൾ പാനല് ലെങ്തി അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നു മാനുവാന്ന് അങ്ങനെ അങ്ങ് പോവുക. ഞാൻ മാൻഹോയിലേക്ക് അധികം കയറാറില്ല. എനിക്കൊരു പക്ഷെ കുഴപ്പമെന്ന് പറഞ്ഞാൽ മാൻഹുവയ്ക്കകത്ത് ഉള്ള ട്രാൻസ്ലേഷൻ ഭയങ്കര മോശം. കറക്റ്റ് പ്രോപ്പറായിട്ടല്ല വരുന്നത്. പ്രോപ്പർ ട്രാൻസ്ലേഷൻ ഇല്ല എന്നുള്ളൊരു പ്രശ്നം ഇതിൻ്റെ അകത്തുണ്ട്. അതേ ഉള്ളൊരു കുഴപ്പം. പിന്നെ നല്ലതെന്ന് പറയാൻ ഈ അസാസിനേഷനൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കില്ലർ പീറ്റർ എന്ന് പറഞ്ഞ കില്ലർ പീറ്റർ ഉണ്ട്. അടിപൊളിയാണ്. അണ്ടർ റേറ്റഡ് ആണ്. ഈ ഒരു കമ്മ്യൂണിറ്റി കിടക്ക് പോലും അണ്ടർ റേറ്റഡ് ആണ്. ഈ പറഞ്ഞ ഇത് ഗോസു പിന്നെയും മുറിംസ് ഒക്കെ വായിക്കുന്നവരൊക്കെ വായിക്കുന്നതായിരിക്കും. ഈ കില്ലർ പീറ്റർ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ മറ്റേ പ്ലേ തിങ് പറഞ്ഞപ്പോ അതിന്റെ കൂടെ പറഞ്ഞത് മറ്റേ പിക് പെൻ ഉണ്ട്. സൈക്കോളജിക്കല നമ്മളിങ്ങനെ നമ്മൾ തന്നെ വണ്ടടിച്ച് ഇങ്ങനെ നിൽക്കും, തലയെ കഴിച്ച് ഇങ്ങനെ നിൽക്കും. അവൻ്റെ ആലോചിക്കും ദൈവമേ ഇതെങ്ങനെ ആയിരുന്നു, അങ്ങനെ ആലോചിച്ച് പോകുന്ന ടൈപ്പ് കാറ്ററിയാ അതൊക്കെ. പിക് പെന്നൊക്കെ വൺ ഓഫ് എ കൈൻഡ്. പിന്നെ പറയാനുള്ളത് ഓറ ഫാർമിങ്ങിന്റെ പേര് കേട്ടൊരു മാൻഹുവായിട്ടുള്ള നാനോ മെഷീൻ. ഹാൻഡ് കളക്ടർ ആര് വന്നാലും കൈവെട്ടി എടുത്ത് മറ്റേ ഫുള്ള് റൂത്ത്ലെസ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇതിനകത്തെ പേരൊക്കെ പഠിക്കാൻ ഭയങ്കര പാടാണ്. മാത്രം കണ്ടിന്യൂ ചെയ്യുന്ന അത് എനിക്ക് ഇവന് മറ്റേ പേര് മറന്നു പോകുന്ന അസുഖമുള്ളതാണ്. സോ അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. മറന്നു നാനോ മെഷീൻ. അതുകൊണ്ട് എന്തായാലും ട്രൈ ഔട്ട് ചെയ്യുക. നാനോ മെഷീൻ ഈ പറഞ്ഞ ഈ രീതി തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഒന്നുമില്ലാത്ത ഒരു ബാസ്റ്റേഴ്സ് ആണ് അതിലുള്ള മറ്റേ കിങ്സ് ബാസ്റ്റേഴ്സ് ആണ്. ആ ഒരു സാധനമാണ്. അവിടെ നാം വളർന്നു വരുന്നു. പക്ഷെ വളർന്നു വരാൻ ഒരു റീസൺ ഉണ്ട്. ആ റീസണും കാണിക്കുന്നുണ്ട്. That is നാനോ മെഷീൻ. അതാണ് നാനോ മെഷീൻ. ആ പേര് തന്നെയാണ്. പിന്നെ ഏതൊക്കെയാണുള്ളത് ബാക്കി എല്ലാ ഏതൊക്കെ. പിന്നെ റിഗ്രഷൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എറ്റേണലി റിഗ്രസിങ് നൈറ്റ് എന്ന് പറയുന്ന സീരീസ് ഉണ്ട്. ആ സംഭവം നമ്മുടെ റീസീറോ ഉണ്ടോ? പിന്നെ റീസീറോയുടെ കാറ്റഗറി. അതായത് MC മരിക്കും, ഒരു പ്രത്യേക പോയിന്റിലേക്ക് അവൻ തിരിച്ചു ചെല്ലും. പിന്നെ അവൻ അവിടെ നിന്ന് ട്രെയിൻ ചെയ്യും. MC മരിക്കും, പ്രത്യേക പോയിന്റിലേക്ക് തിരിച്ചു വരും. പക്ഷേ ഈ ഒരു ടിപ്പിക്കൽ സംഭവം മാറ്റിക്കൊണ്ട് അതിൻ്റെ അകത്ത് കൊണ്ടുവരുന്നുണ്ട്. അതായത് അവൻ ട്രെയിൻ ചെയ്യും. അവൻ്റെ ഒരു വളരെ വീക്കായുള്ള നൈറ്റാണ്. അവൻ ട്രെയിൻ ചെയ്ത് എല്ലാവരുടെ ഫ്രണ്ടിൽ നോക്കാതെ അവൻ ഒരു ദിവസം കൊണ്ട് സ്ട്രോങ്ങർ ആയിരുന്ന. പക്ഷെ അവൻ്റെ ആ ഒരു ലൈഫ് നമ്മൾ മാത്രമേ കാണുന്നു. ഈ റീസീറോടകത്ത് നമ്മുടെ MC പേരിനായിരുന്നു ഈ 7 ടൈം ലൂപ്പ് ഉണ്ടല്ലോ. 7th ടൈം ലൂപ്പ്
സെവൻത് ടൈമിന് മുമ്പ് ആനിമേ അത് ഇഷ്ടമുള്ളവർക്ക് സത്യം പറഞ്ഞാൽ റിഗ്രസ് മാനുവൽ ട്രൈ ഔട്ട് ചെയ്യാം. അയ്യോ നമ്മുടെ റിസോർട്ട് ടൈംസിന്റെ പേര് ഞാൻ വിട്ടുപോയി. അയ്യോ മറ്റേ കെ വെച്ചാണ്ടല്ലോ ഇവിടെ നമുക്ക്. ഇതാണ് ഞാൻ പറഞ്ഞത് ആനിമേ ക്യാരക്ടർ മറന്നു. നീ മറ്റേ ഇതിനകത്ത് തിരിച്ചു പോവാ. ആ ഒരു കാറ്റഗറി അവന്റെ ലൈഫ് നമ്മൾ മാത്രമേ കാണുന്നുള്ളൂ, അവനും നമ്മൾ മാത്രമേ കാണുന്നുള്ളൂ. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. സോ എല്ലാവർക്കും പറ്റിയൊരു സംഭവം തന്നെയാണ്. ഇഷ്ടപ്പെടും, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഈ വൺ പഞ്ച് മാൻ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു മാൻവ മനസ്സിൽ വരുന്നുണ്ടോ? വൺ പഞ്ച് മാൻ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും മാൻവ? മിസ്റ്റർ സോംബി. അത് മാൻഹുവ ഞാൻ പറയേ, അത് ഞാൻ കുറച്ചേ വായിക്കാറുള്ളൂ. ഞാൻ അത് പറഞ്ഞ മാൻഹുവ സെറ്റപ്പാണ്, വിഷയ സാധനമല്ലേ. സൂംബിയാണ് പക്ഷെ സൈറ്റമയാണ്. സൈതാമയാണ്, അതാണ് സെറ്റപ്പ്. സൂംബിയാണ് പക്ഷെ സൈറ്റമയാണ്. അതെ മറ്റേ നീ ഇതാണ് ഫോളോ അതിനകത്ത് മറ്റേ 6 തവണയാണ് അവൻ മറ്റേ വേൾഡ് എൻഡ് ചെയ്യിക്കുന്നത്. അവനെ മറ്റേ നീ തൊട്ടാ മതി തീർന്ന്, അത്ര ഒരു കാറ്റഗറിയാ. പിന്നെ ഈ സൂംബീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ സൂം ഗൺ. പിന്നെ വേറെ കുറേ ഉണ്ട്. ഷോട്ട് ഗൺ പോയി. റീസെന്റ് ഒരു ലൈവ് ആക്ഷൻ ഒക്കെ വന്നായിരുന്നല്ലോ, എന്താണ് ഹോം സ്വീറ്റ് ഹോമാ. ഇതൊക്കെ മാൻഹോസ് ആണെന്ന് ഇതുവരെ പലർക്കും അറിയാൻ മേല. അങ്ങനെ പറയുകയാണെങ്കിൽ മറ്റേ ലൈറ്റ് ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഒരു കേഡ്രാമ ഇറങ്ങി, ലൈറ്റ് ഷോപ്പ്. അതൊരിതാണ്. ഈ അതിനൊക്കെ മൂവിങ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു കൊറിയൻ ഡ്രാമയുണ്ട്. അത് ഭയങ്കര ഫേമസ് ആണ്. മൂവിങ്, ലൈറ്റ് ഷോപ്പ് ഒക്കെ ഭയങ്കര ഫേമസ്. ഇത് രണ്ടും ഒരാളുടെ, ഒരു എഴുത്തുകാരൻ്റെ ആണ്. അത് രണ്ടും മാൻവാളാണ്. ഇതല്ല, കഴിഞ്ഞ വർഷം ഒരു സീരീസ് ഇറങ്ങിയായിരുന്നു, ഒരു കെ ഡ്രാമ. അതായത് മരിക്കാൻ നേരത്ത് വേറൊരു ലൈഫിലേക്ക് പോകും, വേറൊരാളുടെ ജീവിതം പിന്നെയും ജീവിച്ച് പിന്നെയും മരിക്കും. ഒരു 7 ലൈഫ് കാണിക്കുന്ന ഒരു സീരീസ്. അത് നമ്മളെ ഇത് ഡെത്ത് ഗെയിം അങ്ങനെ എന്തോ ഗെയിം. ഇത് ഐ വിൽ ഡൈ സൂൺ എന്ന് പറയുന്ന ഒരു മാൻഹുയുടെ സംഭവമാണ്. ഇതും ആർക്കും അറിയാൻ പറ്റില്ല. ഇതുപോലെ കുറേ ഉണ്ട്. പറയുകയാണെങ്കിൽ ഇതുപോലെ കുറേ ഉണ്ട്. പിന്നെ ഇവിടെ പബ്ജി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ 100 എന്ന് പറയുന്നൊരു മാൻഹുണ്ട്, അതും വായിച്ചു നോക്കാം. പബ്ജി തന്നെ, പബ്ജിയുടെ അകത്ത് നമ്മളെങ്ങനെ സർവൈവ് ചെയ്ത് അത് തന്നെ കാണിച്ചു തരുന്നൊരു സീരീസാണ് 100. കുറേ ഉണ്ട് മാൻഹൂസ് എന്നൊക്കെ പറയാനായിട്ട്. പിന്നെ വൺ ഓഫ് ദി ബെസ്റ്റ്, ലൈക്ക് ഒരു ഹയസ്റ്റ് റേറ്റഡ് മാനുവായിട്ടുള്ള ബാസ്റ്റഡ്. ബോക്സറും സ്പോർട്സ് ആണ്. ബോക്സിംഗ് ഇഷ്ടപ്പെടുന്നത് കണ്ടു നോക്കുക, എപ്പിക്. പിന്നെ റിട്ടേൺ ഓഫ് മാഡ് ഡീമൻ. എൻ്റെ പൊന്നോ, ലൈക്ക് ആ ഒരു കാറ്റഗറി കുറേ ഉണ്ട്. അതേപോലെ തന്നെ കാറ്റഗറി ഉണ്ട്, അതിൽ വേറിട്ട് നിൽക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ലൈക്ക് ഇടിയൊക്കെ കണ്ടോ, താഴത്ത് കെട്ടുന്ന കെട്ടിപ്പിടിച്ചിട്ടൊക്കെ മണ്ണിൽ കിടന്ന് ഉരുള്ളൂ. വേറെ ഏതെങ്കിലും MC ചെയ്യും, ചവിട്ടി താഴത്ത് കെട്ടി ഉരുളും. ഒരു മറ്റേ പിന്നെ പറയാനാണെങ്കിൽ വിൻ ബ്രേക്കർ. സ്പോർട്സ് ഇനി പറയുന്നില്ല, ലെജൻഡറി കാറ്റഗറിയാണ്. അതായത് നമ്മുടെ ആനിമേല കേട്ടോ. വിൻ ബ്രേക്കർ എന്ന് പറയുന്ന സൈക്ലിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർ കണ്ടിരിക്കേണ്ട, അല്ല വായിച്ചിരിക്കേണ്ട ഒരു കിഡിൽ മാൻഹുവാണ് വിൻ ബ്രേക്കർ. സ്പോർട്സ് കാറ്റഗറിയാണ്. എപ്പിക് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അതും ഈ പറഞ്ഞ ആനിമേ വിൻ ബ്രേക്കർ ഒന്നല്ല കേട്ടോ. ഒരു മാങ്ക വിൻ ബ്രേക്കർ ഉണ്ട്, ഒരു മാൻവ വിൻ ബ്രേക്കർ ഉണ്ട്. മാങ്ക വിൻ ബ്രേക്കർ ആണ് ആനിമേ ആയത്. മാൻവ വിൻ ബ്രേക്കർ ഇവിടെ ആനിമേ ആയിട്ടില്ല, തൽക്കാലം അത് വേണ്ട. പിന്നുള്ളത് ലുക്കിസം ആണെന്നുണ്ടെങ്കിൽ ലുക്കിസത്തിന്റെ അതേ പേരിലുള്ള 2-3 കൂടെ PTJ വേഴ്സ് മൊത്തം നമുക്ക് പറയുന്നുണ്ട്. മാനേജർ കിം, ലൂസേഴ്സ് കോയിൻ, മറ്റേ സ്റ്റഡി ഗ്രൂപ്പ് അയാളുടെ അല്ല. പിന്നെ ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ, ലൈക്ക് ഇതേപോലെ ഒരു കാർഡ് കിട്ടുന്നത്, എൻ്റെ പേര് ഞാൻ പറഞ്ഞു. ലൈക്ക് നായകനും വില്ലനും വരെ കാർഡ് കിട്ടും. ആ കാർഡ് കൊണ്ടവൻ, അത് ഇതിൻ്റെ സ്റ്റഡി ഗ്രൂപ്പാണോ? സ്റ്റഡി ഗ്രൂപ്പ് അല്ല, അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു. കാണും, എവിടെയെങ്കിലൊക്കെ കാണും. നല്ലൊരു സീരീസ് ആയിരുന്നു. PTJ വേഴ്സിലുള്ള സാധനങ്ങൾ മാത്രം. സൂപ്രമസി കിടിലാണ്. പക്ഷെ അതിന്റെ ഇപ്പോഴുള്ള ഒരു കറണ്ട് പോകാൻ ഇങ്ങോട്ട് അത് എൻ്റെ അതിന്റെ ലാസ്റ്റ് എപ്പിസോഡ് ഞാൻ സ്പോയിലർ ആണെങ്കിൽ പറയുന്നില്ല, വായിച്ചു നോക്കുക. വായിച്ച അവസാനത്തിലേക്ക് ചെല്ലുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കൊച്ചു സൂപ്പർമസി ഞാൻ വായിച്ചാണോ? അപ്പൊ അതിന്റെ ലാസ്റ്റ് നമ്മുടെ നേരെ ലുക്കിസത്തിലോട്ട് അവർ കയറുന്നത് തന്നെ. അവിടെ ലുക്കിസം കോട്ടപ്പായിട്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ആ വില്ലനൊന്നും ഞാൻ കൊണ്ടുപോയിട്ട് എന്റെ ഒരു സത്യം പറഞ്ഞാൽ നമ്മൾ മറ്റേ ഗണ്ണും കൂവിനെയൊക്കെയാണ് ഇവിടെ കണ്ടോണ്ടിരിക്കുന്നത്. അത് ശരിയാണ്. ഈ പറഞ്ഞ ഏറ്റവും മറ്റു പവർഫുൾ ഇതെന്ന് പറയുന്നത് ഈ വേഴ്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ലുക്കിസം തന്നെയാണ്. ലുക്കിസത്തിന്റെ അകത്തുള്ള
കണ്ണും പൂന്ന് പറഞ്ഞ 2 ക്യാരക്ടറുകൾ തന്നെയാണ്. എന്തൊക്കെയോ പുള്ളിക്കാരെ മറ്റേ ഈ PTJ എന്തൊക്കെയോ ഒക്കെ മറ്റേ കുക്ക് ചെയ്യുന്നുണ്ട്. കുക്ക് ചെയ്ത് കരിക്കുമെന്ന് അറിയത്തില്ല. സത്യം പോന്ന പോക്ക് ലുക്കിസം പോകുന്നത് ഒരു രക്ഷയില്ലാത്ത രീതിയിൽ അല്ലടാ. അത് അയാൾ ഒരുപാട് കുക്ക് ചെയ്യുന്നുണ്ട് അനാവശ്യമായിട്ടുള്ള. മറ്റേ ഇപ്പൊ ആണെങ്കിൽ കുറച്ചുകൂടെ ബ്രൂട്ടാലിറ്റി കാണിക്കാൻ തുടങ്ങി. റീസെന്റ് കുറച്ച് ചാപ്റ്റേഴ്സ് നല്ല ഇത് ബ്രൂട്ടാലിറ്റി കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവൻ മരിച്ച് അത് കഴിഞ്ഞ് എന്താകുമെന്ന് നമ്മൾ വിചാരിക്കാൻ നേരത്ത് നമ്മൾ ഞെട്ടിച്ചുകൊണ്ട് വേറൊരാൾ വരുമോ. അതൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ നല്ല സ്പോയിലേഴ്സ് എനിക്ക് അടിക്കാൻ ഒരു താല്പര്യമില്ല. ലുക്കിസം എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു കാറ്റഗറിയാണ്. പിന്നെ തന്നെ റവറന്റ് ഇൻസാനിറ്റി ഉണ്ട്, യെല്ലോ ടീം, അതിന്റെ ഇപ്പൊ ആനിമെ വരുന്നുണ്ട്, ലോർഡ് ഓഫ് ദ മിസ്റ്ററി. ലോർഡ് ഓഫ് അത് മൻഹുവയാണ് ഈ പറഞ്ഞ റവറന്റ് ഇൻസാനിറ്റി മൻഹുവയാണ്. ഇത് രണ്ടിന്റെയും അടുത്ത ഒരു അഡാപ്റ്റേഷൻ വരുന്നുണ്ട്. അതെന്തായാലും കണ്ടിരിക്കണം. റവറന്റ് ഇൻസാനിറ്റിയുടെ വരുന്നില്ല, യെല്ലോ ടീമിന്റെ വരുന്നുണ്ട്. ലോർഡ് ഓഫ് ദി മിസ്റ്ററീസ്. ലോർഡ് ഓഫ് ദ മിസ്റ്ററീസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഹൈ FPS അതിന്റെ അതിന്റെ അഡാപ്റ്റേഷൻ വരുന്നതാണ്. ഏതോ അരമണിക്കൂറിലെ എപ്പിസോഡ്സ് ആണ്. അതിന്റെ അത് 30,000 ഫ്രെയിംസ് ഉണ്ട്. വൺ പീസും സോളോ ലെവലിംഗ് ഒക്കെ പോലെ സീരീസിന് 15,000 ഫ്രെയിംസ് അങ്ങാണ്ടേ ഉള്ളു ഒരു എപ്പിസോഡ്. അതിന്റെ ഇരട്ടിയാണ് വരുന്നത്. അപ്പം എന്തുകൊണ്ടും കീഴിലായിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു ഈ സൂംബി കാറ്റഗറിക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് കാണാൻ കുറച്ചുണ്ട്. ഷോട്ട് ഗൺ ബോയ്, സ്വീറ്റ് ഹോം, പിന്നെ ദി പ്രെഡേറ്റർ. സ്വീറ്റ് ഹോമിന് അഡാപ്റ്റേഷൻ ഉണ്ട്. അത് സ്വീറ്റ് ഹോമിന്റെ ആണ് ഈ ലൈക്ക് ഹോം സ്വീറ്റ് ഹോം എന്ന് പറഞ്ഞ് അതിൻ്റെ അകത്ത് വന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു മാൻഹുവാണ് കുറച്ചുകൂടെ നന്നായിട്ട് ചേർന്നത്. എല്ലാത്തിന്റെ മാനുവകളാണ്. മാൻവയുടെ ആ ഒരു ലെവല് കീപ്പ് ചെയ്യാം. ഇപ്പം സോളോ ലെവലിങ്ങിന് പോലും ആ ലെവല് കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ശരിയാണ്. ലൈക്ക് ആർട്ടാണെങ്കിലും ആ ഒരു എല്ലാം സെറ്റപ്പാണ്. പിന്നെ എന്താ പറയാ, പിന്നെ വളരെ ഫീൽ ഗുഡ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണമുണ്ട്. ഫീൽ ഗുഡ് ഇഷ്ടമാണെങ്കിൽ പ്ലേത്തിങ് ഞാൻ അറിഞ്ഞൂടാ. അതായത് വാരിയർ ഗ്രാൻഡ് പാൻഡ് സുപ്രീം ഗ്രാൻഡ് ഡോട്ടർ. മറ്റേ അതിന്റെ പേരോട് എന്ന് പറഞ്ഞ കടാ, മറ്റേ കുക്ക് ചെയ്യാൻ പോകുന്നതിന്റെ അതിന്റെ പേര് ഞാൻ മറന്നുപോയി. അത് ആർച്ച്മേജ് അങ്ങനെന്തോ ആയിരുന്നു. ദി ആർച്ച്മേജ് റെസ്റ്റോറന്റ്. ഇതും സൈറ്റമേനെ പോലെ MC OP എന്ന് പറഞ്ഞാൽ ഫുൾ പവറാ. പക്ഷെ എന്നിട്ട് അതൊന്നും കാണിക്കാതെ ചുമ്മാ ഒരു റെസ്റ്റോറന്റ് നല്ല ഫുഡും ഒക്കെ വിളമ്പി അങ്ങനെ ഒരു അപ്പൊ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് വന്നിട്ട് ഇവനെ കാണുമ്പോഴത്തേക്ക് മറ്റേ കാലിൽ ഇങ്ങനെ തണുപ്പ് ഇങ്ങനെ കയറും. ആ സാധനമാണ് ഇവന്റെ ഒരു മെയിൻ ആയിട്ട്. പിന്നെ ഹെവൻലി ഡീമൻ ആർച്ചീവ് യങ് മാസ്റ്റർ അങ്ങനെ ഒന്നുണ്ടല്ലോ. അതാണെന്ന് തോന്നുന്നു. ഞാൻ വിചാരിച്ചോർണം യങ് മാസ്റ്റർ അർച്ചീവ് ഞാൻ നേരത്തെ പറഞ്ഞ സാധനം. വണ്ടി നോക്കില്ലായിരുന്നു. ഹെവൻലി ഗ്രാൻഡ്സ് അർച്ചീവ് യങ് മാസ്റ്റർ. കറക്റ്റ് പേര്. അതും എപ്പിക്. അതൊരു റിഗ്രഷൻ അല്ല, അത് സോൾ സ്വാപ്പിംഗ്. ആ ഒരു സെറ്റപ്പാ. ഇതാണ് ഇപ്പം ഈ മാൻഹൂസ് എന്ന് പറയാൻ കുറച്ച് കാറ്റഗറീസ് ഉള്ളു. കുറച്ചേ ഉള്ളു. ഒന്നുകിൽ റിഗ്രഷൻ പറയണം, അല്ലെങ്കിൽ ഡഞ്ചൻ പറയണം, അല്ലെങ്കിൽ സിസ്റ്റം പറയണം, അല്ലെങ്കിൽ മുരും പറയണം. പക്ഷേ ഇതെല്ലാം ഒരു അതിൻ്റെതായ യുണീക്നെസ്സിലെല്ലാം കൊണ്ടുപോകുന്നത്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. അല്ലെങ്കിൽ പിന്നെ ഇപ്പം 2-3 സ്പോർട്സ് ആനിമകൾ ഈ മാനുവളി പറഞ്ഞ ബോക്സർ, വിൻ ബ്രേക്കർ ഇതുപോലെ 2-3 വരും. അല്ലെങ്കിൽ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ജോണറുകളിൽ നമ്മുടെ ഇത് ലുക്കിസം പോലെ PTJ വേഴ്സും, അല്ലെങ്കിൽ മറ്റേ മാനേജർ കിം അതൊക്കെ മെർസനറി എൻറോൾമെന്റ്. അത് ഭയങ്കര OP സെറ്റപ്പാ. മാനേജർ കിം വിഷയമല്ലേ? വിഷയമാണ്. മാനേജർ കിം അല്ല, മറ്റേ ഇത് മറ്റേ പേര് ഗെറ്റ് സ്കൂൾഡ്. അത് അടിപൊളി സാധനം. അതായത് മറ്റേ മാണിക്കല്ലിൽ സിനിമയില്ലേ, അതിന്റെ എക്സ്ട്രീം വെർഷൻ. അതിന്റെ എക്സ്ട്രീം വെർഷൻ നോക്കണം. പിന്നെ കുറെ സിമ്പിൾ ആയിട്ടുള്ള കുറെ വായിക്കാറുണ്ട്. ഇതിപ്പം കുറെ റെക്കമെൻഡേഷൻ ആയി. ഏകദേശം 30 റെക്കമെൻഡേഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. സത്യം കുറച്ച് അധികമായിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഒരെണ്ണം കൂടെ ഞാൻ റെക്കമെൻഡ് ചെയ്തേക്കാം. സിമ്പിൾ ആണ്. ഒരു കുഞ്ഞു കൊച്ച് അവന്റെ അമ്മേനെ തേടി പോകുന്നൊരു കഥയാണ്. ഓൺ ദ വേ ടു മീറ്റ് മോ. വായിക്കണം, ഇഷ്ടപ്പെടും, കരയും, സംതൃപ്തിയാവും. 29 ചാപ്റ്റേഴ്സ്. വളരെ ഇപ്പോഴും ഓൺഗോയിങ് ആണ്. പക്ഷെ ഭയങ്കര സെറ്റപ്പായിട്ട് അതിനകത്തൊരു ജോണർ ഷിഫ്റ്റ് വരണം. അത് വരുവാൻ ചാൻസ് ഉണ്ട്. ഇനി എന്തെങ്കിലുമൊക്കെ ചാൻസ് വരും. കാരണം വേൾഡ് മൊത്തം സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ചെറിയൊരു കാര്യം ഞാൻ തോന്നുന്നു. എന്തെങ്കിലും വലുതായിട്ട് ഷിഫ്റ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പം ഇതാണ് നമ്മളെ റെക്കമെൻഡേഷൻസ്. നമ്മളിപ്പോൾ റെക്കമെൻഡേഷനിൽ പറയാത്ത ഏതെങ്കിലും മാനുവകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ റെക്കമെൻഡ് ചെയ്യുക. അതേപോലെ തന്നെ
ചാനലിന്റെ പേരും പറയടേ. അതേപോലെ നമ്മുടെ എക്സ്ട്രാ കോമിക് എന്ന പേജും എന്തായാലും ചെക്കൗട്ട് ചെയ്യുക. ഈ മാൻഹൂസിന്റെ ഒക്കെ എക്സ്പ്ലനേഷൻ ഞാൻ ചെയ്യുന്നുണ്ട്, എന്തായാലും നിങ്ങൾക്ക് കയറി നോക്കിയേക്ക്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ പേജ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് റെക്കമെൻഡ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ബൈ.